കോൺഗ്രസും കോൺഗ്രസ് നേതാക്കളും തട്ടിപ്പുകാരുടെ കൂടാരമായി മാറി. അതായത് കോൺഗ്രസ് പാർട്ടി, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി തട്ടിപ്പുകാരുടെ കൂടാരമായി മാറിയെന്ന വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ്. അദ്ദേഹം പറയുന്നത് ആനാട് ശശിയുടെ മരണം ചൂണ്ടിക്കാട്ടിയാണ്. രാജീവ് ഗാന്ധിയുടെ പേരിലുള്ള രാജീവ് ഗാന്ധി സഹകരണ സംഘം, മുണ്ടേലയിലെ രാജീവ് ഗാന്ധി റെസിഡൻസിൽ അവരുടെ സഹകരണ സംഘത്തിൽ നടന്ന വമ്പൻ അഴിമതി, 24 കോടി രൂപയുടെ അഴിമതിയാണ് സഹകരണ വകുപ്പ് കണ്ടെത്തിയിരുന്നത്. ഈ 24 കോടി രൂപയിൽ 1,62,00,000 രൂപ നിക്ഷേപിച്ചിരുന്നത് ഈ ആനാട് ശശി എന്ന് പറയുന്ന മലയാള മനോരമയുടെ ലേഖകനും കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവുമായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ആഴ്ച ജീവൻ ഒടുക്കി. അദ്ദേഹത്തിന്റെ മരണം ചൂണ്ടിക്കാട്ടിയാണ് MV ഗോവിന്ദൻ മാഷ് പറയുന്നത്, ഇതുപോലെ നന്ദി കെട്ട ഒരു പാർട്ടി ഈ ലോകത്തുണ്ടാവില്ല. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ അടച്ച് ആക്ഷേപിക്കുകയാണ് ഗോവിന്ദൻ മാഷ്. പറയുന്നതിൽ കഴമ്പുണ്ട്. ബിനാമി പേരുകളിൽ ലോണുകൾ എടുക്കുക, ഇലക്ഷൻ വരുമ്പോൾ നേതാക്കളുടെ കീശ വീർപ്പിക്കാൻ ഈ സഹകരണ ബാങ്കിൽ നിന്നൊക്കെ പോയി ബിനാമി പേരുകളിൽ ലോൺ എടുക്കും. ജയിച്ചാലും തോറ്റാലും പണം തിരിച്ചടക്കില്ല. ഈടില്ലാതെ വായ്പ കൊടുക്കുക, അതായത് ഇഷ്ടക്കാരെ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾക്ക് വായ്പ കൊടുക്കും. വായ്പാ പണം നേതാക്കൾ കീശയിലാക്കി കൊണ്ടുപോകുമെന്നല്ലാതെ ഈ ബാങ്കിലേക്ക്, ഈ സഹകരണ സംഘത്തിലേക്ക് ആരും പൈസ തിരിച്ചടയ്ക്കുന്നില്ല. അത് നിക്ഷേപകരെ ആകെ വെട്ടിലാക്കിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ നിക്ഷേപകരെ മാത്രമാണോ, ഈ രാജീവ് ഗാന്ധി സഹകരണ സംഘം നിക്ഷേപകരെ മാത്രമാണോ കബളിപ്പിച്ചത്? അല്ല, അവിടുത്തെ താൽക്കാലിക ജീവനക്കാരെ, കുറച്ച് താൽക്കാലിക ജീവനക്കാരെ ഇവർ നിയമിച്ചു. എന്നിട്ട് ടാർഗറ്റ് കൊടുത്തു, നിങ്ങൾ ഇത്ര നിക്ഷേപം കൊണ്ടുവരണം, കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലി സ്ഥിരപ്പെടുത്തും, നിങ്ങളുടെ ശമ്പളം കൂട്ടും. ആദ്യം ഇവർക്ക് 5,000 രൂപയായിരുന്നു അടിസ്ഥാന ശമ്പളം. അത് കഴിഞ്ഞിട്ട് സഹകരണ നിയമമൊക്കെ മാനിച്ച് അവർക്ക് ശമ്പളമൊക്കെ കൂട്ടിക്കൊടുത്തു. ടാർഗറ്റ് തികച്ച പല ആളുകൾക്കും ജോലി സ്ഥിരപ്പെടുത്തി നൽകിയില്ല എന്ന് മാത്രമല്ല, ആ നിക്ഷേപകർ, അതായത് റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥർ, റിട്ടയർഡ് അധ്യാപകർ, അവരൊക്കെയാണ് പൈസ നിക്ഷേപിച്ചിട്ടുള്ളത്. അവർക്ക് ഈ നിക്ഷേപ കുടിശ്ശിക, അതായത് പൈസ തിരികെ കിട്ടാതെ വന്നപ്പോൾ ഈ പറയുന്ന ഈ ജീവനക്കാർക്ക് തലയിൽ മുണ്ടിടാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുമായി. ചുരുക്കത്തിൽ ആനാട് ശശി മാത്രമല്ല, അവിടുത്തെ ജീവനക്കാരും ഈ പ്രതിസന്ധിയിൽ പെട്ടിരിക്കുകയാണ്. ഇനി ആനാട് ശശിയുടെ വീട്ടുകാർ, അദ്ദേഹത്തിന്റെ സഹോദരൻ ആനാട് ജയചന്ദ്രൻ പറഞ്ഞത് എന്താണ്, അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞത് എന്താണ്? ആനാട് ശശി മരിച്ച് അദ്ദേഹത്തിന് ചിത എരിയുന്നതിന് മുമ്പ് തന്നെ, ചിത അടങ്ങുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ്സുകാർ പറഞ്ഞു വരത്തി മാരകമായ അസുഖത്തിന്റെ പിടിയിലായ ആനാട് ശശി അസുഖം കാരണം അമിതമായ സമ്മർദ്ദത്തിലായിരുന്നു. അതാണ് മരണത്തിന് ഇടയാക്കിയത്, അല്ലെങ്കിൽ ആത്മഹത്യക്ക് ഇടയാക്കിയത് എന്നായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെയും ആളുകളുടെയൊക്കെ പ്രചരണം. ശരിക്കും അതല്ല സംഭവിച്ചതെന്ന് ആനാട് ജയചന്ദ്രൻ, അതായത് ആനാട് ശശിയുടെ നേരെ സഹോദരൻ പറയുന്നു. ഈ കോൺഗ്രസ് നേതാക്കൾ ഇമാതിരിയൊക്കെ പറയുമെന്ന് ഞങ്ങളാരും പ്രതീക്ഷിച്ചിരുന്നില്ല. അവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, ആനാട് ശശിക്ക്, അതായത് തൻ്റെ സഹോദരന് ക്യാൻസർ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ചില തടിപ്പുകൾ, ചില തിണർത്ത പാടുകൾ വന്നു. അദ്ദേഹം ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു ബയോപ്സി ചെയ്യണം, അതൊന്ന് പരിശോധിക്കണം, ക്യാൻസറാണോ ഇല്ലയോ എന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പരിശോധനാ ഫലമൊക്കെ വന്നു. പരിശോധനാ ഫലമൊക്കെ നെഗറ്റീവായിരുന്നു. എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പണം നഷ്ടപ്പെട്ടു. 1,62,00,000 രൂപ നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ആങ്സൈറ്റി, ഉത്കണ്ഠ കൂടി ചില ഹോർമോണുകളുടെ ഉൽപ്പാദനം ശരീരത്തിൽ കൂടിയപ്പോൾ അങ്ങനെയാണ് ഈ ശരീരത്തിൽ, അതായത് തൊലിപ്പുറത്ത് ഇങ്ങനെ തിണർപ്പുകൾ വന്നതെന്നായിരുന്നു ഡോക്ടർമാരുടെ കണ്ടെത്തൽ. അതിന് മരുന്നൊക്കെ അദ്ദേഹം കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഈ കാശ് കിട്ടാത്തതിൻ്റെ പേരിൽ മാത്രം മരണത്തിൽ അഭയം തേടിയ ആ മനുഷ്യനെ പോലും കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് അണികളും എന്ത് ചെയ്തു? അടച്ചാക്ഷേപിച്ച് രോഗം കാരണമാണ് മരിച്ചതെന്ന് മരണവാർത്ത കൊടുക്കുന്നതിനേക്കാൾ വേഗത്തിൽ ഇത്തരം വാർത്ത പ്രചരിപ്പിച്ചു. ഇതൊക്കെ ശരിയാണോ എന്നാണ് കോൺഗ്രസ്സുകാർ തന്നെ ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഇക്കാര്യത്തിൽ ഇങ്ങനെ തട്ടിപ്പുകാരുടെ കൂടാരമായി കോൺഗ്രസ് മാറിയെന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? കോൺഗ്രസ്സുകാർ പുനർവിചിന്തനത്തിന് തയ്യാറാകണം. ഈ മുണ്ടേല മാത്രമല്ല, പല സഹകരണ സംഘങ്ങളിൽ, മനോരമയൊക്കെ ഇപ്പോൾ ഫീച്ചർ എഴുതുന്നുണ്ട്, പല സഹകരണ സംഘങ്ങൾ, തിരുവനന്തപുരത്ത് തന്നെ 25ഓളം സഹകരണ സംഘങ്ങളിൽ, അത് മിക്കവാറും എല്ലാം കോൺഗ്രസിൻ്റെ ഭരണസമിതി കൈയാളുന്ന സഹകരണ സംഘങ്ങളിൽ പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളുള്ള സഹകരണ സംഘങ്ങളിൽ പല നിക്ഷേപകരും പ്രതിസന്ധിയിലാണ്. കോടികൾ, 5 ലക്ഷം 10 ലക്ഷം മാത്രമല്ല, കോടികൾ നിക്ഷേപിച്ച ആളുകളുണ്ട്. വസ്തു വിറ്റ് കിട്ടിയ പണമാണ് ആനാട് ശശി നിക്ഷേപിച്ചിരുന്നത്. അതുപോലെ റിട്ടയർമെൻറ്റ് ആനുകൂല്യം അതുപോലെ കൊണ്ടിട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയും. അതുപോലെ ഈ പോലീസുകാരെന്ന് പറയുന്ന ആളുകളും അധ്യാപകരെന്ന് പറയുന്ന ആളുകളുമൊക്കെ പൈസ നിക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷെ അത് തിരികെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് CPM-ന്റെ വിമർശനത്തിന്റെ കുന്തം MV ഗോവിന്ദൻ മാഷ് കോൺഗ്രസിന്റെ കൂടാരത്തിലേക്ക് എറിയുന്നത്. തട്ടിപ്പുകാരുടെ കൂടാരമായി കോൺഗ്രസ് അധപ്പതിച്ചിരിക്കുന്നു.